വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കുടംപുളി ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക്, 3 പീസ് പച്ചക്കുടംപുളി, പിന്നെ 1/4 ടീസ്പൂൺ അയമോദകം, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഉപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ദുപ്പാണ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. പിന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റാനും ലാസ്റ്റ് ചമ്മന്തിയിൽ ഒഴിക്കാനും വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം. ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ വഴറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ദുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ദുപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളകും അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി കുടംപുളി നമുക്ക് ചെറിയ പീസാക്കിയിട്ടേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ചമ്മന്തി നല്ല പേസ്റ്റ് പോലെ അരഞ്ഞാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് സൈഡിൽ അരയാത്തൊക്കെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചമ്മന്തിയൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കുടംപുളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.